നാലാം ദിവസവും വിജയം കാണാതെ ഓപ്പറേഷൻ ബേലൂർ മഖ്ന. ആനയോടൊപ്പം കാടിനുള്ളിൽ മറ്റൊരു മോഴയാനയും. വനം വകുപ്പ് പുറത്തുവിട്ട ആനയുടെ ആകാശ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. നാളെ വീണ്ടും ദൗത്യം തുടരും. എം കമൽ നൽകും വിവരങ്ങൾ. കമൽ, സ്ഥിതി കുറച്ചുകൂടി മാറിപ്പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ആനയ്ക്കൊപ്പം മറ്റൊരു മോഴയാനയും കൂടി ഉണ്ട് എന്ന് വനം വകുപ്പ് സംഘം സ്ഥിരീകരിച്ചു. അതിൻ്റെ ദൃശ്യങ്ങൾ എങ്ങനെയാണ് വ്യക്തമാകുന്നത്? ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചെങ്കിൽ ഇനിയുള്ള വനം വകുപ്പിൻ്റെ നീക്കം എന്തായിരിക്കാം? പ്രജീഷ്, വനംവകുപ്പ് തന്നെയാണ് വൈകിട്ടോടെ ഡ്രോണിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, വനംവകുപ്പിന്റെ ഡ്രോണിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൈമാറിയത്. ആ ദൃശ്യങ്ങളിൽ ആന ഈ കുറ്റിക്കാടുകൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നത് കാണാം. അതിൽ തന്നെ ചിലയിടങ്ങളിൽ ആനയോടൊപ്പം മറ്റൊരു അധികം വലുപ്പമില്ലാത്തൊരു മോഴയാന കൂടിയുണ്ട്. അത് നേരത്തെ തന്നെ വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം മറ്റൊരു ആന കൂടി ഈ ആനയോടൊപ്പം സഞ്ചരിക്കുന്നത്. അതും മോഴയാനയാണ്, വലുപ്പം അല്പം കുറവാണ്. ഇന്ന് രാവിലെ 5:30 തുടങ്ങിയ ദൗത്യമാണ്. 5:30 സിഗ്നൽ ലഭിച്ചു. തൊട്ടു പിന്നാലെ ദൗത്യസംഘം വനത്തിനകത്തേക്ക് കയറി. പലയിടത്തും ആനയുടെ സിഗ്നലുകൾ തുടർച്ചയായി ലഭിച്ചു. പക്ഷേ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഇന്ന് 11:30-ക്കും 4:30-ക്കുമാണ് മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടന്നത്. പക്ഷേ ആന പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയതിനാൽ അത് വിജയിച്ചില്ല. ആന ഈ ദൗത്യസംഘത്തിൻ്റെയോ അല്ലെങ്കിൽ കുങ്കിയാനകളുടെയോ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അവർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത അടിക്കാടുകൾ നിറഞ്ഞ് ഇടതൂർന്ന് നിൽക്കുന്ന ഭാഗത്തേക്ക് മാറുന്നു എന്നാണ് വനംവകുപ്പ് പറയുന്നത്. അതും വളരെ വേഗത്തിലാണ് അത്തരം സമയങ്ങളിൽ ആന സഞ്ചരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഓടി മാറുന്നു എന്ന് തന്നെ, ആ വാക്ക് തന്നെയാണ് ദൗത്യസംഘം ഉപയോഗിച്ചത്. മുമ്പ് ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആന വളരെ വിജിലൻ്റ് ആണ്. ഇത്തരത്തിൽ ആരെങ്കിലും വരുമ്പോൾ അല്ലെങ്കിൽ മറ്റ് കുങ്കിയാനകളുടെ എന്തെങ്കിലും തരത്തിലുള്ള സാന്നിധ്യം മനസ്സിലാക്കുമ്പോൾ ആന ഓടി മാറുകയാണ് ചെയ്യുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ ഇടതൂർന്ന് നിൽക്കുന്ന കുറ്റിക്കാടുകൾക്കിടയിലാണ് ആനയുടെ സാന്നിധ്യമുള്ളത്. പലയിടത്തും ഡ്രോണിൽ ആനയെ കാണുമ്പോൾ അങ്ങോട്ട് എത്തിച്ചേരാൻ ഈ കാടുകൾ കാരണം ദൗത്യസംഘത്തിന് കഴിയുന്നില്ല. 2 തവണയാണ് ഇന്ന് അത്തരത്തിൽ എത്തിച്ചേരാൻ പറ്റിയത്. പക്ഷേ അപ്പോഴേക്കും ആന ഓടി മാറി എന്നാണ് ദൗത്യസംഘം പറയുന്നത്. കമൽ, നാളെ ഇനി 5ാമത്തെ ദിവസമാണ് ദൗത്യം പുനരാരംഭിക്കാൻ പോകുന്നത്. പുതിയ എന്തെങ്കിലും പ്ലാനിംഗ് ദൗത്യസംഘത്തിന് മുന്നിലുണ്ടോ? ആനയെ 2 മിനിറ്റെങ്കിലും ഈ മയക്കുവെടി ടീമിന്, 2 ടീമാണ് ഈ മയക്കുമരുന്ന് നിറച്ച ഗണ്ണുമായി ആനയെ പിന്തുടരുന്നത്. അതിൽ ഏതെങ്കിലും ഒരു സംഘത്തിന് ഒരു 2 മിനിറ്റെങ്കിലും സാവകാശം കിട്ടിയാൽ മയക്കുവെടി വെക്കും എന്നാണ് ഇന്ന് ദൗത്യസംഘത്തിലെ അംഗങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ അതുപോലും കിട്ടുന്നില്ല. പലപ്പോഴും ഈ ഇടതൂർന്ന കാടുകൾ, അടിക്കാടുകൾ ആണ് വെല്ലുവിളിയാകുന്നത്. ആനയുടെ ഡ്രോൺ ദൃശ്യം കിട്ടി അങ്ങോട്ട് എത്താൻ ശ്രമിക്കുമ്പോഴേക്കും ഈ അടിക്കാടുകളൊക്കെ കടന്ന് പലയിടത്തും എത്താൻ കഴിയുന്നില്ല. എത്തിയാൽ തന്നെ ആന ഓടി മാറുന്നു. അത്തരത്തിൽ ഇന്ന് ഈ മണ്ണുണ്ടി കോളനിക്കും ഇരുമ്പുപാലം കോളനിക്കും ഇടയിലുള്ള വനമേഖലയിൽ ആന ഉണ്ടായിരുന്നു. സിഗ്നൽ ലഭിച്ചു, നേരിട്ട് കണ്ടു. പക്ഷേ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. അതിനുള്ളൊരു സാവകാശം ലഭിച്ചില്ല. വൈകിട്ട് ഈ ബാവലി ഭാഗത്തേക്കും ദൗത്യസംഘം നീങ്ങിയിരുന്നു. പക്ഷേ അതും വിജയിച്ചില്ല എന്നാണ്. അങ്ങനെയാണ് ഈ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചത്. ഇനിയും നാളെ രാവിലെ തുടരുക. അനുയോജ്യമായ സ്ഥലത്ത് കിട്ടിയാൽ മയക്കുവെടി വെക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. മറ്റൊരു പ്ലാനിനെ കുറിച്ച് എന്തായാലും ഇപ്പോൾ ദൗത്യസംഘം ഒന്നും പറയുന്നില്ല. കാരണം ഇത് പിന്തുടർന്ന മയക്കുവെടി വെക്കുക അല്ലാതെ മറ്റൊരു മാർഗം ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം വനമേഖലയാണ്, ജനവാസ മേഖലയല്ല, അല്ലെങ്കിൽ സ്വകാര്യ തോട്ടങ്ങളോ ഒന്നുമല്ല. വനത്തിനകത്ത് ആനയെ ഈ സിഗ്നൽ നോക്കി പിന്തുടർന്ന് മയക്കുവെടി വെക്കുക എന്നതല്ലാതെ ഈ ദൗത്യം പൂർത്തിയാക്കാൻ മറ്റൊരു മാർഗവും മുന്നിലുള്ളതായി കരുതുന്നില്ല.